വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് NRI ആയിട്ട് ഒരാളുടെ കയ്യിൽ നിന്നാണ് എടുത്തത്. അപ്പൊ റെന്റ് കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഒരു NRIയുടെ കയ്യിൽ നിന്നാണ് വീട് വാടകയ്ക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാക്സ് കട്ട് ചെയ്തതിന് ശേഷം വേണം ഈ റെന്റ് എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ TDS കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഈ നമ്മുടെ ടെനന്റ് ഒരു ടാൻ നമ്പർ എടുക്കേണ്ടതായിട്ടുണ്ട്. പാൻ പോലെ ഒരു ടാക്സ് ഡിഡക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടാൻ എടുക്കണം. അതിനുശേഷം ഇതിന് വരുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ. 30%, അതിന്റെ കൂടെ 4% സെസ്സും. അതായത് 31.2% TDS കട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ 10,000 രൂപയാണ് വരുന്നതെങ്കിൽ നമുക്ക് 3,120 രൂപ TDS കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് മാത്രമേ നമ്മൾ ഈ ലാൻഡ് ലോഡിന്, അതായത് NRI ആയിട്ടുള്ള ലാൻഡ് ലോഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മാസത്തെ TDS കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 7-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഇത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അതുപോലെ ഓരോ ക്വാർട്ടർ കഴിഞ്ഞിട്ടും അടുത്ത മാസം 31-ന് മുൻപായിട്ട് നമ്മൾ TDS റിട്ടേണും ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കൃത്യസമയത്ത് ടാക്സ് ഡിഡക്ട് ചെയ്യാതിരിക്കുവോ അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്ത ടാക്സ് അടയ്ക്കാതിരിക്കുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പെനാൽറ്റിയോ ലീഗൽ കോൺസിക്വൻസോ ഒക്കെ ടെനന്റ് ആണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്.